Hi friend, welcome to my YouTube channel. So നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ് ഈ ഗിംബലിൻ്റെ. ഇത് ഓസ്മോ മൊബൈൽ 3 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇത് ബാഗ് നമുക്ക് ഗിംബൽ ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. പൊടിയൊന്നും കയറാണ്ട് നമുക്ക് ഇത് കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ബാഗും പിന്നെ മറ്റേൻ്റെ കൂടെ കോംബോയുടെ കൂടെ വരുന്നത് ഒരു പൗച്ചാണ്. അതിൻ്റെ കൂടെ ഇതും ഉണ്ടാവും. പക്ഷേ പൗച്ച് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കട്ടിയൊന്നുമില്ല. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന പൗച്ച് പോലെ തന്നെ വലിയ കാര്യമൊന്നുമില്ല. അതും കൂടെ വരുമ്പോഴത്തേക്കാണ് ഈ 2000 രൂപയുടെ ഡിഫറൻസ് വരുന്നത്. ഇത് ഗ്രിപ്പ്. ഈ ഫോണൊക്കെ സ്ലിപ്പായി പോവുകയാണെങ്കിൽ ഇവിടെ വെക്കുമ്പോഴത്തേക്കും സ്ലിപ്പായി പോവുകയാണെങ്കിൽ അതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യും. പിന്നെ വരുന്നത് ആസ് യൂഷ്വൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. വായിക്കാൻ ഭയങ്കര ബോറിങ്ങാണ്, ഞാൻ വായിക്കത്തില്ല. ലാംഗ്വേജാണ്. ഇതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളും. നമ്മുടെ സി പോർട്ടാണ് USB വരുന്നത് ഇതിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ മറന്നുപോയി. ഞാൻ ആ സ്റ്റാൻഡ് സെപ്പറേറ്റ് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചു. ഓഫ് സൈറ്റാണ്. അപ്പോൾ അവിടുന്ന് മേടിക്കുമ്പോൾ നമുക്ക് എന്നാ ഗുണം എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വെറും 200-300 രൂപയ്ക്കാണ് മേടിച്ചത്. എന്ന് പറയുമ്പം കമ്പനി സാധനമല്ല, പക്ഷേ ആ സാധനം തന്നെ നമുക്ക് വേറെ ഓഫ് സൈറ്റ് വെബ്സൈറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇത് വേറൊരു കമ്പനിയുടെയാണ്. ഇത് കമ്പനിയെ വെച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. സംതിങ് എന്തോ. എൻ്റെ കുറച്ച് പേപ്പറും ഡോക്യുമെൻറ്റ്സും. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡും ഒരു പൗച്ചും കൂടെ കൂടുതൽ വരുമ്പോഴത്തേക്കാണ് 2000 രൂപയുടെ വ്യത്യാസം വരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായി കാണാം. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിന് എൻ്റെ ഒരു പഴയൊരു ഫോൺ ഇരിപ്പുണ്ട്. എവിടെയാ? ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഫോൺ ക്യാമറ ഡയറക്ഷൻ. ഫോണിൻ്റെ ക്യാമറയുടെ ഡയറക്ഷൻ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് അവർ അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഫോൺ വെക്കാം. എൻ്റെ ക്യാമറ ഇവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് ഞാൻ കണക്ട് ചെയ്തു. സോ ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ DJIയുടെ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആപ്പ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്
ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാനത് സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് ഓൺ ആക്കണം. ഓണായി. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് നോട്ട് സ്കാനിങ് ഡിവൈസ് റിക്വയർഡ് സിസ്റ്റം എനേബിൾ ചെയ്യണം. ഓക്കെ കൊടുത്ത് എനേബിൾ ചെയ്തു. ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഡിവൈസിൻ്റെ പേര്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ കണക്റ്റ് കൊടുക്കുക. എഗ്രി. obtain OSMO ഡിവൈസ് ഇൻഫോർമേഷൻ, നമ്മൾ അതിൻ്റെ ഇത് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ലോഗിൻ കൊടുക്കുക. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു, ആക്ടിവേറ്റ് എല്ലാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇവിടെ ടു റീപ്ലേസ്മെൻറ്റ്. അത് ഈ കമ്പനിയുടെ ഒരു വാറൻറ്റിയും കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ 2 ഇയേഴ്സിൻ്റെ ഗ്യാരൻറ്റി ഉണ്ട്. അതും പോരാഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ വാട്ടർ ഡാമേജ് കവറേജും ഉണ്ട്. എന്ന് പറയുമ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഈർപ്പം പറ്റിയോ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ പോരാതിന് അതിന് വരുന്ന ഫ്രീ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതിപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഹോൾഡ്, മോട്ടറിൻ്റെ ഇവിടെ ഹോൾഡ് ചെയ്യുക, തിരിക്കുക, കാര്യങ്ങളൊക്കെ താഴേക്ക്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ മാതിരി. കാണാതിരിക്കും, ഇത് ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു ചെറിയൊരു ബട്ടണാണ്. നമുക്കത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. താഴേക്ക് റൊട്ടേറ്റ് ചെയ്യാം, അതൊക്കെയാണ്. ഇത് ഷട്ടർ ബട്ടൺ. നമുക്ക് ഇത് ക്യാമറ പിക്ചേഴ്സോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിവിടെ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള, സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തൊരു ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. മേളിലേക്കും താഴേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഉള്ളതാണ്. നമ്മൾ ക്യാമറയുടെ ഇതെല്ലാം അലോ കൊടുക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൈക്രോഫോണും എല്ലാ കാര്യങ്ങളും. ക്യാമറ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് പല തരത്തിലുള്ള മോഡുകളുണ്ട്. നമുക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒബ്ജക്റ്റിനെ മാത്രം വീഡിയോസ് എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിനെ മാത്രം അത് ഫോക്കസ് ചെയ്യും. അങ്ങനെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസും കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാരണം ഇഷ്ടം പോലെ ഓപ്ഷൻസും അതുപോലെ തന്നെ സെറ്റപ്സും ഉണ്ട്. എല്ലാം ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 30 മിനിറ്റിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലാവും. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു റിവ്യൂ മാതിരി എന്ന് പറയുമ്പം അൺബോക്സിങ്ങും സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. ബാക്കി വീഡിയോയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു ഗൈസ്, ബൈ.